നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ചെങ്കടലിലൂടെ ഇസ്രയേലിലേക്കും തിരിച്ച് ചരക്ക് കടത്തുന്ന കപ്പലുകൾ ആക്രമിക്കുന്ന യമന്റെ ഭൂരിഭാഗവും കൈയടക്കി വാഴുന്ന ഹൂതികൾക്കെതിരെ യുഎസും ബ്രിട്ടനും തുടങ്ങിയ പോരാട്ടം യൂറോപ്പിലെയും അറബ് ലോകത്തെയും അവരുടെ സുഹൃത്തുക്കളെ വിഷമിപ്പിച്ചിരിക്കുകയാണ്. ചെങ്കടൽ സുരക്ഷിതമാക്കാൻ യുഎസിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഓപ്പറേഷൻ പ്രോസ്പെരിറ്റി ഗാർഡിയനുമായി ഫ്രാൻസ്, സ്പെയിൻ, ഇറ്റലി എന്നീ രാജ്യങ്ങൾ പൂർണ്ണമായി നിസ്സഹരിക്കുകയാണ്. പക്ഷേ നെതർലാൻഡ് പോരാട്ട സാമഗ്രികൾ നൽകുന്നുമുണ്ട്. ജർമ്മനിയും ഡെൻമാർക്കും നീക്കത്തെ ന്യായീകരിച്ചിട്ടുണ്ട്. അറബ് ലോകത്ത് നിന്ന് സഹകരിക്കുന്ന ബഹ്റൈൻ മാത്രമാണ്. ഓസ്ട്രേലിയയും കാനഡയും ന്യൂസിലാൻഡുമാണ് പിന്തുണയ്ക്കുന്ന പ്രധാന രാജ്യങ്ങൾ. പോരാടുന്ന രാജ്യങ്ങളും പോരാട്ടത്തെ ശക്തമായി പിന്തുണയ്ക്കുന്ന പ്രധാനികളും, അതായത് ഓസ്ട്രേലിയ, കാനഡ, ന്യൂസിലാൻഡ് തുടങ്ങിയ ഇംഗ്ലീഷ് ഭാഷ രാജ്യങ്ങളും ശ്രദ്ധേയമാണ്. അടുത്ത കാലത്തായി ആഗോള രാഷ്ട്രത്തിൽ ഈ 5 രാജ്യങ്ങളുടെ അനൌദ്യോഗിക കൂട്ടായ്മയെ ലോകം ശ്രദ്ധിച്ചു വരികയാണ്. കാനഡയിലെ ഖലിസ്ഥാൻ പ്രവർത്തകരുടെ മരണത്തിന് പിന്നിൽ ഇന്ത്യയുടെ കൈകളുണ്ടെന്ന് കാനഡ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ആരോപണമുയർത്തിയപ്പോഴും ഈ കൂട്ടായ്മ ലോക ശ്രദ്ധയിൽ എത്തിയിരുന്നു. 5 ഐസ് 5 കണ്ണുകൾ എന്നറിയപ്പെടുന്ന ഈ രാജ്യങ്ങൾ തമ്മിലുള്ള ഇന്റലിജൻസ് സഹകരണത്തിലൂടെയാണ് ഇന്ത്യയുടെ കൈകൾ കണ്ടുപിടിക്കപ്പെടേണ്ടത് എന്നാണ് അന്ന് വെളിപ്പെടുത്തിയത്. ഇന്ത്യ ആരോപണം നിഷേധിച്ചിരുന്നു. 2021 തുടക്കമിട്ട ഔക്സ് എന്ന ശക്തി സഖ്യമാണ് മറ്റൊന്ന്. ഓസ്ട്രേലിയ, UK, US എന്നിവയുടെ ആദ്യാക്ഷരങ്ങൾക്ക് പേരിട്ട ഈ സഖ്യം ആണവ സാങ്കേതിക വിദ്യ വരെ പരസ്പരം കൈമാറുന്ന അനൌദ്യോഗിക സഖ്യമായി മാറി. 2 വർഷം മുൻപ് ഔക്സിന്റെ ആഭിമുഖ്യത്തിലുള്ള ആണവ മുങ്ങിക്കപ്പൽ പദ്ധതിയിൽ സഹകരണം ലഭിക്കുമെന്നായപ്പോൾ നേരത്തെ ഫ്രാൻസിന് നൽകിയിരുന്ന കരാറ് ഓസ്ട്രേലിയ റദ്ദാക്കിയത് പാശ്ചാത്യ ശക്തി സഖ്യത്തിന്റെ കെട്ടുറപ്പിന് വെല്ലുവിളി ആയിരുന്നു.